ചില നേതാക്കന്മാരൊക്കെ ഈ പിറവത്ത് UDF നയിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നതുമായിട്ട് ഇങ്ങനെ അവഹേളിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ ഇങ്ങനെ വിളിച്ചു പോകുന്നതൊക്കെ ഞാൻ കേട്ടു. പ്രദീപ്, അതുപോലെ തന്നെ അരുൺ കല്ലറക്കൽ, അതുപോലെ തന്നെ ജെയ്സൺ, UDFന്റെ ആരെങ്കിലും ഞോണ്ടിക്കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു രീതി, ഞാൻ ഇന്നവര് ചെയർമാനാണ് മറ്റൊരു ചെയർമാനാണ്, ഇത് അങ്ങനെ അവരല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇത്തവണ മത്സരിച്ചില്ല, കൗൺസിലറായില്ല എന്നത് ഞാൻ ചിലര് തോക്കുമ്പോ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന സ്വാഭാവികമാണ്. ഉമ്മൻചാണ്ടിയോട് ഇഷ്ടമുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ കെ കരുണാകരന് ഇഷ്ടമുള്ളവരുണ്ടാവും, ഒപ്പം തന്നെ VD സതീശനോട് ഇഷ്ടമുള്ളവരുണ്ടാവും. അല്ല, കുറെ പേരൊക്കെ സീറ്റ് കിട്ടിയില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊക്കെ മാറി നിന്നു. ഔദ്യോഗിക സ്ഥാനമുള്ള ഒരു പാർട്ടിക്കാരൻ ഒരു നിർണായക തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എതിരെ പ്രവർത്തിക്കാതിരിക്കുന്നതും പാർട്ടി വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. വാർഡുകൾ 28 ഒരുപോലെ തന്നെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭരണസമിതിക്കുണ്ട്. മുൻകാലങ്ങളിലെ UDFന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളെ ഒരു സീറ്റിലായിട്ട് ആളെ മത്സരിക്കാനായിട്ട് വിടും, പുറകെ അവനെ തോൽപ്പിക്കാനും ആളെ വിടുന്ന ഒരു സാഹചര്യം പിറവത്ത് ഉണ്ടായിരുന്നു. കൗൺസിലർമാർക്ക് വേണ്ടിയും അവർക്ക് പ്രത്യേകിച്ച് ഉപദേശം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാൻ കാശ് പോലും പുറത്തുനിന്ന് കൊടുത്ത് സഹായിച്ച ഒരു സിറ്റുവേഷൻ വരെ ഇവിടെ ഉണ്ട്. അപ്പൊ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരാൾ പോലും പിറവത്ത് ജയിപ്പിച്ചെടുക്കാൻ ഈ പിറവത്തെ CPMന് സാധിച്ചില്ല. പിറവം നഗരസഭ LDF ഭരിക്കുന്ന ആ നഗരസഭ പിടിച്ചെടുക്കാനുള്ള ഒരു തീവ്ര യത്നത്തിന്റെ ഭാഗമായിട്ട് 28 വാർഡിലും എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അനങ്ങാതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്.